മക്കള് പോയി കളി. പിന്നെ ഇങ്ങനെ വെപ്രാളം കണ്ട വെടിവെപ്പിന് പോവാണെന്ന് തോന്നുമല്ലോ. മനുഷ്യ എന്റേന്നൊന്ന് വാങ്ങിച്ചു പിടിക്കല്ലേ കേട്ടാ. പിന്നെ എടി ASI സ്ഥലത്തില്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളിനാണ് ചാർജ്. ഏട്ടെന്നും പറഞ്ഞിട്ട് വേറൊരു തവണ ഇരിപ്പുണ്ടല്ലോ ആ മലബാർ കാക്ക. അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്തരുന്ന എടി ഇന്ന് ചന്ത ദിവസമാണ്. വല്ല 10 കാശ് കിട്ടാളത് അവൻ ചെന്ന് ഫോണെടുത്ത് അവനല്ലേ എടി കിട്ടു. മര മോന്റെ എന്റെ കമ്പിഞ്ഞറി. ഓ ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്ക. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം. അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളു കുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കയറ്റില്ല ഇസ്മയിലേക്ക. ഹലോ വാ വാ പിള്ള സാർ എന്നെ എന്തേ അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ ഞാൻ തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സർ പിടിക്കടോ. അതെ ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം കേട്ടു കേട്ടു. അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ് എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ. വൈകുന്നേരം ആയ യുദ്ധക്കളാവും യുദ്ധക്കളം. കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ അറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടി വെച്ച് പണി ഞാൻ ഒപ്പിച്ചേരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനിഞ്ച് നോക്കി ചറാപ്പറാന്ന് 4-5 പെട്ടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച പുലുമാലിന്ന് എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്ന് മൂക്കിന്ന് മാന്തിയതാടാ? അല്ല ഇന്ന് ചന്ത ദിവസം ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ നീ ഇവിടുത്തെ ആരാ? അയ്യോ അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ ചെല്ലേ. സാറാമേ എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കാക്കും. അയ്യോ എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്കേ. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിന്നാക്ക് എന്താ ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ ക്വാർട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ പെണ്ണ് പ്രായം തികഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത് പെണ്ണ് പ്രായം തികഞ്ഞു വന്നു എന്നുള്ളത്? മനുഷ്യ നിന്റെ വീട് പണി എവിടെ വരെയായി? എന്റെ വീട് പണിയാ. നിങ്ങളുടെ അല്ല ഇവന്റെ. പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോണം മരപ്പണി തുടങ്ങാൻ. AC-യുടെ പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് തന്നെ വലിയ കാര്യം. അയ്യോ നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? തുടങ്ങിയിട്ടുള്ളൂ. അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണന്നെ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക് അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിട്ട? ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ
കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല. അല്ല. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല.